ഗായ്സ് ഞാനങ്ങനെ ഹൈദരാബാദിൽ നിന്ന് നേരെ ട്രെയിനിൽ കയറി നമ്മൾ ഔറംഗാബാദ് എത്തി. ഇപ്പോൾ ഔറംഗാബാദിലാണ് ഞാനുള്ളത്. ഉച്ചക്കത്തെ ട്രെയിനിലാണ് വന്നത്. നേരെ വന്ന് ഇറങ്ങിയപ്പോഴേ കണ്ടോ ഫുള്ള് മഴയൊക്കെ ആയിട്ട് ഫുള്ള് ചെളിയും ഫുള്ള് അഴുക്കായിട്ട് കിടക്കുക. റോഡിനൊക്കെ ഒട്ടും വൃത്തിയില്ല. നമ്മൾ വന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഇറങ്ങി നമ്മൾ നേരെ ഇവിടുത്തെ ഈ ഒരു ബസ് സ്റ്റാൻഡിലാണ് വന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യത്തെ ദിവസം നമ്മൾ കാണാൻ പോകുന്നത് ഔറംഗാബാദിലെ കുറച്ച് കാഴ്ചകളാണ്. നമ്മളപ്പോൾ വന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷനിൽ. നമ്മൾ നേരെ ഇന്നത്തെ ദിവസം മഴയൊക്കെ ആയിട്ട് മഴ ഇപ്പം ഇച്ചിരി കുറഞ്ഞൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോകാൻ പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ബീബി-കാ മക്ബറ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതാണ് ബസ് സ്റ്റാൻഡ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടുന്ന് 36 നമ്പറുള്ള ബസ് വരും. അപ്പോൾ അതിൽ കയറിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഔറംഗാബാദിലെ കുറച്ച് കാഴ്ചകളാണെന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളങ്ങനെ ഒരു ഓട്ടോ വിളിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്സിൻ്റെ കാര്യമൊന്നും ഇവിടെ മനസ്സിലാവുന്നില്ല. ഇവിടെ എന്തോ നമ്പർ സിസ്റ്റം ഒക്കെയാണ്. അപ്പോൾ അത് എവിടുന്നാ എന്താണെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ആർക്കും വലിയ പിടുത്തമൊന്നുമില്ല. അപ്പോൾ നമ്മളങ്ങനെ ഒരു ഓട്ടോ എടുത്തിട്ട് നമ്മളിവിടെ നേരെ ബീബി-കാ മക്ബറ കാണാൻ വേണ്ടിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമയം 4 മണിയോളം ആയിട്ടുണ്ട്. നമ്മൾ കുറേ നേരം ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ നിന്ന സ്റ്റാൻഡ് കറക്റ്റ് അല്ലാന്ന് തോന്നുന്നത്. അപ്പോൾ ആർക്കും ചോദിച്ചപ്പോൾ കറക്റ്റ് അറിയത്തുമില്ല. അങ്ങനെ നമ്മൾ ഓട്ടോ എടുത്തിട്ട് നമ്മൾ ബീബി-കാ മക്ബറ പോകാമെന്ന് വിചാരിക്കുന്നത്. ഇപ്പം 4 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിനി ചെല്ലുമ്പോഴത്തേക്ക് എങ്ങനെ അവിടുത്തെ ടിക്കറ്റ് എടുത്ത് നമ്മൾ ഉള്ളിൽ കയറണം. അവിടുത്തെ ടൈമിംഗ് എത്ര വരെ ഉണ്ടെന്ന് അറിയത്തില്ല. പിന്നെ അത്യാവശ്യം മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇന്നെന്തായാലും ഒരുപാട് സ്ഥലത്തൊന്നും നമുക്ക് പോകാൻ പറ്റത്തില്ല. എങ്കിലും നമുക്ക് പോകാൻ പറ്റുന്ന അത്ര നമുക്ക് പോവാം. നമ്മളിപ്പോൾ ബീബി-കാ മക്ബറയുടെ ഫ്രണ്ടിലെത്തി. നമ്മളിവിടെയാണ് ഓട്ടോ ഇറങ്ങിയത്. ഇതാണ് ആ ഒരു ബീബി-കാ മക്ബറ എന്ന് പറയുന്നതാണ് നിങ്ങളിപ്പോൾ ഈ ഫ്രണ്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ എൻട്രൻസ് ആണ്. ഇതിൻ്റെ തൊട്ട് ബാക്കിലാണ് നമ്മൾ താജ്മഹൽ കാണുന്ന സെയിം അതുപോലെ തന്നെ അവർ നിർമ്മിച്ചേക്കുന്ന ഒരു സംഭവമാണ് ഇതെന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ ഉള്ളിൽ കയറുമ്പോഴത്തേക്ക് പറയാം. നമുക്ക് ആദ്യം ടിക്കറ്റ് എടുക്കണം. അപ്പം ഇതിനകത്താണെന്ന് തോന്നുന്നു. ഇതിനകത്ത് കയറി നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഇതിനുള്ളിലോട്ട് കയറാം. നമ്മളങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ടിക്കറ്റിന് ജസ്റ്റ് 25 രൂപയേ ഉള്ളൂ. ഫോറിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 300 രൂപ, ഇന്ത്യൻസ് ആണെന്നുണ്ടെങ്കിൽ 25 രൂപ. 25 രൂപയേ ഉള്ളൂ ടിക്കറ്റ്. നമ്മൾ ടിക്കറ്റ് എടുത്ത് നമുക്കത് ഇതിനകത്ത് കയറാം. അപ്പോൾ ഈ ഔറംഗാബാദ് എന്ന് പറയുന്നത് നമ്മുടെ ഔറംഗസേബ് രാജാവില്ലേ, പുള്ളിക്കാരൻ്റെ പേര് വെച്ചിട്ടാണ് ഔറംഗാബാദ് എന്നുള്ള ഈ സ്ഥലത്തിന് ഔറംഗാബാദ് എന്ന് പേരിട്ടത്. പക്ഷേ ഇപ്പോൾ അത് നിലവിൽ കുറേ സ്ഥലത്ത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഛത്രപതി സമ്പത് നഗർ എന്നങ്ങാണ്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിക്കാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. എന്നാലും ഔറംഗാബാദ് എന്നുള്ള മുമ്പത്തെ പേരാണല്ലോ, അതും ഇവിടെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കയറാം. ഇവിടെ ചെക്കിങ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തോട്ട് കയറാം. ഇത് താജ്മഹലിൻ്റെ സെയിം രീതിയിൽ ഉണ്ടാക്കിയേക്കുന്ന ഒരു ടോംബാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് ആദ്യം കാണിക്കാം. നമുക്ക് അവിടെ ബാഗൊക്കെ ചെക്ക് ചെയ്ത് മാത്രമേ ഉള്ളൂ. ഇനി ഈ ടിക്കറ്റ് ഈ ടോക്കൺ നമ്മളിവിടെ കൊടുക്കണം. എന്നിട്ട് വേണം അകത്തോട്ട് കയറാനായിട്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ബീബി-കാ മക്ബറ എന്ന് പറയുന്നത്. ഇത് ഔറംഗസേബിൻ്റെ മകൻ അസം ഷാ പുള്ളിക്കാരൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട്, അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് നിർമ്മിച്ചതാണ് ഇതെന്ന് പറയുന്നത്. പുള്ളിക്കാരുടെ അമ്മയുടെ പേരെന്ന് പറയുമ്പോഴത്തേക്ക് ബാനു ബീഗം എന്നാണ്. അപ്പോൾ പുള്ളിക്കാരുടെ ഓർമ്മയ്ക്കായിട്ട് ആ ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് പുള്ളിക്കാരൻ ഔറംഗസേബിൻ്റെ മകൻ നിർമ്മിച്ചതാണ് ഈ ഒരു ബീബി-കാ മക്ബറ എന്ന് പറയുന്നത്. എക്സാക്റ്റ് ആ താജ്മഹൽ പോലെ തന്നെ ഇരിക്കുന്നതാണ്. ഫ്രണ്ടിൽ കണ്ടില്ല, ഇതേപോലെ താജ്മഹലിൽ ഇതുപോലെ ഫ്രണ്ടിലൊരു ഫൗണ്ടൻ ഏരിയയും ഇതുപോലെ മരങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ സെയിം അതുപോലത്തെ സ്ട്രക്ചറിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. പക്ഷേ ഇത് ഇതൊന്നും അല്ല, നമ്മുടെ മാർബിളോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അല്ലാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കയറി നോക്കാം. നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നല്ല മഴയും പെയ്യുന്നുണ്ട്. നമ്മളെന്തായാലും ഇന്ന് വന്നിറങ്ങിയ ദിവസം കൊള്ളാം. നമ്മളിവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ തൊട്ട് തുടങ്ങിയ മഴയാണ്. വന്നിറങ്ങിയപ്പോൾ തൊട്ട് തുടങ്ങി. അപ്പോൾ നമ്മളിവിടെ ഹോട്ടലിൽ തിരക്കിയപ്പോൾ പറഞ്ഞു ഇന്നലെയൊന്നും അങ്ങനെ വലിയ മഴയൊന്നും ഇല്ലായിരുന്നു. ചെറിയ കോളൊക്കെ ഉണ്ടായിരുന്നല്ലാതെ വലിയ മഴയൊന്നും ഇല്ലായിരുന്നു പറയുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഇപ്പോൾ വീണ്ടും ചാറ്റിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മളൊന്ന് മഴ കുറഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. വീണ്ടും ഇവിടെ ചാറ്റിൽ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഈ ഫ്രണ്ടിലത്തെ ഈ ഒരു ഡോർ വഴി വേണം നമ്മൾ മേളിലോട്ട് കയറി പോകാൻ. ഇത് വലിയ മെയിൻ്റനൻസ് സംഭവങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ഇത് പിന്നെ മൊത്തം മാർബിളോ അങ്ങനത്തെ ഒന്നും അല്ല. അതിൻ്റെ സെയിം താജ്മഹലിൻ്റെ സെയിം ഒരു സ്ട്രക്ചർ ആണെന്നേ ഉള്ളൂ. പക്ഷേ നിർമ്മിച്ചേക്കുന്നത് സെയിം ആ രീതിയിലൊന്നും അല്ല. അതിൻ്റെ ജസ്റ്റ് ഷേപ്പ് മാത്രമേ ഉള്ളൂ. കണ്ടോ, ഇവിടെ വലിയ മെയിൻ്റനൻസ് സംഭവങ്ങളൊന്നും നടത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതുവഴി ഉള്ളിലോട്ട് കയറാം. ഇതുവഴിയാണ് നമ്മൾ അകത്തോട്ട് കയറി പോവേണ്ടത്. ഈ സ്റ്റെപ്പ് വഴി നമുക്ക് കയറാം. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറി മേളിലെത്തി. ഇപ്പോൾ നല്ല മഴ ഉറച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിനകത്തും കൂടെ കയറി ഒന്ന് കണ്ടിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം. കാരണം ഭയങ്കര മഴ കൂടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ടുണ്ട് ഇതിനകത്ത് കയറാൻ. നമുക്ക് എന്തായാലും ഉള്ളിൽ കയറി നോക്കാം. നമ്മളിപ്പോൾ ഉള്ളത് ബീബി-കാ മക്ബറയുടെ ഉള്ളിലാണ്. ഇവിടെ ഭയങ്കര ഒച്ചപ്പാട് സൗണ്ടൊക്കെ കണ്ടിട്ടില്ല. ഇവിടെയാണ് ഔറംഗസേബിൻ്റെ മോൻ പുള്ളിക്കാരൻ്റെ അമ്മേനെ ഇവിടെയാണ് അടക്കം ചെയ്തിട്ടുള്ളത്. ഇവിടെ കണ്ട ആൾക്കാരെല്ലാം ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുക. ഇതിനകമൊക്കെ കണ്ടില്ലേ, എല്ലാവരും താജ്മഹലിൻ്റെ അകത്ത് പോലെ തന്നെയാണ് ഇതിനകമൊക്കെ ചെയ്തേക്കുന്നത്.
ഇത് ഫുള്ള് മാർബിളും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ തറ മാത്രമേ ഉള്ളൂ മാർബിളൊക്കെ ചെയ്തേക്കുന്നത്. പിന്നെ ഈ ഒരു ലെവൽ വരെ മാർബിൾ ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം മാർബിളല്ല, പോളിഷ് ചെയ്ത് വൈറ്റ് തന്നെ പോളിഷ് ചെയ്ത് വെച്ചേക്കുന്നത്. ഉണ്ടോ ഇവിടെ കണ്ടില്ലേ? ഇത് ഇവിടം വരെ ഉള്ളൂ, ഈ ലൈൻ കൊടുത്തേക്കുന്നത് ഇവിടം വരെ ഉള്ളൂ മാർബിളൊക്കെ കൊടുത്തേക്കുന്നത്. ബാക്കി മേലോട്ടെല്ലാം ജസ്റ്റ് ഇത് കണക്കത്ത് കാർബൺസൊക്കെ പോളിഷ് ചെയ്ത് വെച്ചേക്കുക. ഉണ്ടോ കയറി വരുന്ന ഭാഗത്ത് ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ അടക്കം ചെയ്തേക്കുന്ന ആ മെയിൻ ഭാഗത്തോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റെപ്പാണ് ഇവിടെ. നമുക്കപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് പുറത്തോട്ടിരിക്കുക. അപ്പോൾ കുറച്ച് മഴയും ചാറ്റിലൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ എല്ലാവരും നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുക. ഉണ്ട്, എന്നാലും മഴയൊക്കെ ഉണ്ട്, ചെറിയ രീതിക്ക് മഴയൊക്കെ പൊടിയുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡ് കണ്ടോ, മതിലൊക്കെ കാണുന്നുണ്ടോ? ഇതിൻ്റെ കോട്ടമതിലാണെന്ന് തോന്നുന്നു. ചുറ്റാകെ മതിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് അങ്ങൊരു മലയുടെ മേളിലൊരു ടെമ്പിൾ കണ്ടോ ഇതിൻ്റെ ബാക്കിൽ. ഇതാണ് ഇതിൻ്റെ ബാക്കിൽ ഫുള്ള് ഇങ്ങനെ മരങ്ങളും ഗാർഡൻ ആക്കിയിട്ടേക്കും. ആ ബാക്കിൽ നിന്നും അങ്ങനെ വലുതായിട്ട് ആൾക്കാരൊന്നുമില്ല. ഫുള്ള് മഴ ആയത് കാരണം എല്ലാവരും പുറത്തോട്ട് ഇറങ്ങാൻ തുടങ്ങി. കാരണം നല്ല മഴയുണ്ട്, കണ്ടില്ലേ? താഴെ വെള്ളം വീണുണ്ടോ? നല്ല മഴ, ഭയങ്കര മഴ പെയ്യുന്നുണ്ട്, നിർത്താതെ മഴ പെയ്യുന്നുണ്ട്. നമുക്കപ്പോൾ ഇവിടുന്ന് ഇനി ചുറ്റിക്കറങ്ങി നമുക്ക് പുറത്തിറങ്ങാം. ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ ബീബി കാ മക്ബറയിൽ നിന്ന് ഇറങ്ങി. കാരണം ഇപ്പോൾ കുറച്ച് മഴയൊക്കെ കുറഞ്ഞ് നിൽപ്പുണ്ട്. നമ്മൾ ഇനി ഇവിടുന്ന് സ്കൂട്ടായില്ലെന്നുണ്ടെങ്കിൽ മഴയത്ത് ഫുള്ള് പെടും. ഇപ്പോൾ സമയം 4:30 കഴിഞ്ഞിട്ടുണ്ട്. 4:30 കഴിഞ്ഞ് 5 മണിയായിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്കിനി ബസ്സിന് അടുത്തത് എത്ര മണിക്കാണെന്നൊന്നും കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് തിരിച്ചിനി റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്താണ് നമ്മൾ റൂം എടുത്തേക്കുന്നത്. അപ്പോൾ ആ ഭാഗത്തോട്ട് പോകണം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ബീബി കാ മക്ബറ എന്ന് പറയുന്നത്. ഇത് ഇവിടുത്തെ ഒരു മെയിൻ, ഈ ഔറംഗാബാദിൽ വരുമ്പോഴത്തേക്കുള്ള മെയിൻ ഒരു അട്രാക്ഷനാണ് ഈ ഒരു ബീബി കാ മക്ബറ എന്ന് പറയുന്നത്. അങ്ങനെ ഇവിടുന്ന് ടോക്കൺ തിരിച്ചു കൊടുത്തിട്ട് നമ്മൾ തിരിച്ചിറങ്ങി. ടോക്കണൊക്കെ തട്ടിപ്പോൾ സത്യം പറഞ്ഞാൽ ഈ നടന്നു പോണ സാധനം അവർ അടിയിൽ നിന്ന് തന്നെ കൈകൊണ്ട് ഇതുപോലെ ഇങ്ങനെ തട്ടി മാറ്റി തരിക. ടോക്കണൊക്കെ ചുമ്മാതാണെന്ന് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇനി പുറത്തോട്ട് ഇറങ്ങാം. പുറത്ത് കുറച്ച് സ്ട്രീറ്റും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പുറത്ത് കുറച്ച് ഫുഡിൻ്റെ ഷോപ്പുകളും അതുപോലെ തന്നെ വേറെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. വരുന്ന വഴിക്ക് ഓട്ടോയിൽ ഇരുന്നപ്പോൾ കണ്ടതാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ട് ബസ് എപ്പോഴാണെന്നൊക്കെ ഉള്ളത് തിരക്കാം. പിന്നെ അതുപോലെ തന്നെ പുറത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ള കാഴ്ചകൾ കൂടെ നമുക്ക് കാണാം. ഇറങ്ങി വന്നപ്പോൾ തന്നെ ഫുൾ ഓട്ടോയും ടാക്സിയാണ്. സത്യം വേണം ഇവിടെ ഭയങ്കര പറ്റിപ്പ് കിടക്കുന്ന സ്ഥലമാണ്. നമ്മളിപ്പോൾ ഹൈദരാബാദിൽ നിന്നല്ല നേരെ ഇങ്ങോട്ട് വന്നത്. ഹൈദരാബാദിൽ പോലും ഞാൻ ഇത്രയും ഒരു പറ്റിപ്പും സംഭവങ്ങളും ഒന്നും കണ്ടില്ല. അപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പറ്റിപ്പിലൊന്നും ചെന്ന് ചാടാതിരിക്കുക. ഇപ്പോൾ ഓട്ടോയ്ക്കൊക്കെ ഇവർ ഭയങ്കര റേറ്റൊക്കെ പറയും. നമ്മൾ നിന്ന് സംസാരിച്ച് അത് ബാർഗെയിൻ ചെയ്ത് കുറച്ചെടുക്കുക എന്നുള്ളത് നമ്മുടെ കഴിവ് കണക്കിരിക്കും. അല്ലെങ്കിൽ ഇവിടെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. ഇവിടെ എല്ലാം ഭയങ്കര പറ്റിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബസ് എടുത്തിട്ട് വരിക. ബസ് എടുത്തിട്ട് വരുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ് കറക്റ്റ് നമുക്ക് എവിടെ പോയിൻ്റ് എന്നൊന്നും നമുക്ക് കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ ആരോടെങ്കിലും ചോദിക്കാന്ന് വെച്ചാൽ നമ്മൾ ഓട്ടോക്കാരുടെ അടുത്തൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ അവരോട്ട് പറഞ്ഞു തരത്തില്ല. അവർ പറയും ബസ്സില്ല, ഓട്ടോയെ പോകത്തുള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ എങ്ങനെയെങ്കിലും ഓട്ടോയിൽ കയറ്റാൻ നോക്കും. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കിപ്പം ഇത്രയും ധൃതി ഉള്ളതുകൊണ്ടാണ് ബസ് കയറി വന്നത്. ഓട്ടോ കയറി വന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബസ്സിൽ വരേണ്ടതേ ഉള്ളായിരുന്നു. ബസ്സിലാകുമ്പോഴത്തേക്ക് ഫിക്സഡ് ചാർജ് ആയിരിക്കുമല്ലോ. അതുകൊണ്ട് ഇതാണ് ആ ഒരു ഫ്രണ്ടിലത്തെ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. മൊത്തം ഓട്ടോയും ഒക്കെ ഉണ്ട്. ഇവിടെയാണ് നമുക്ക് ബസ് നിർത്തുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു ഭാഗത്തായിട്ട് കുറച്ച് ഷോപ്പും സംഭവങ്ങളൊക്കെ കണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നടക്കാം. ഇവിടെ കുറേ ഷോപ്പും സംഭവങ്ങളൊക്കെയാണ് ഉള്ളത്. ഇവിടെ ഫുഡിൻ്റെയൊക്കെ കടകളൊക്കെ ഉണ്ട്. അവിടെ ഇതൊക്കെ ഫുഡിൻ്റെ ഷോപ്പുകളാണ്. ഇതൊക്കെ അത്യാവശ്യം വൃത്തിയുള്ള ഷോപ്പുകളാണെന്ന് തോന്നുന്നു. ഇവിടെ കണ്ടില്ലേ കുറേ ബാഗും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ള ഷോപ്പുകളാണ്. ഉണ്ടോ? നമ്മൾ നേരത്തെ ഹൈദരാബാദിൽ പോയപ്പോൾ കണ്ട സെയിം അതുപോലത്തെ സെറ്റപ്പ് ഉണ്ടോ? ചെറിയ ചെറിയ ഷോപ്പുകളുണ്ടോ? നമ്മളെയൊക്കെ വിളിച്ച് കയറ്റും. അകത്തോട്ട് കയറി നിന്ന് കഴിഞ്ഞാൽ കീറി അങ്ങോട്ട് വെക്കും. ആ രീതിക്ക് ഇവിടുത്തെ റേറ്റൊക്കെ. ഇവിടെ എന്തിനാ ക്യൂ നിൽക്കുന്നതെന്ന് അറിയത്തില്ല. മിക്ക സ്ഥലത്ത് ഇതുപോലെ ക്യൂ നിൽക്കുന്നുണ്ട്. എന്ത് സെറ്റപ്പെന്ന് അറിയാൻ വയ്യ. അടിപൊളി മഴ വരുന്നുണ്ട്. നല്ല മഴയ്ക്ക് കൊള്ളുന്നുണ്ട്. മേഘം കണ്ടില്ലേ മൊത്തം ഇരുണ്ടിട്ട് കിടക്കുന്നു. 5 മണി ആയതേ ഉള്ളൂ, പക്ഷെ മൊത്തം ഇരുണ്ടിട്ട് കിടക്കുന്നുണ്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും പെട്ടെന്ന് റൂം പിടിക്കാൻ നോക്കാം. നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തോട്ട് എത്തേണ്ടത്. അപ്പോൾ ബസ് ഇവിടെ നിന്ന് കിട്ടുമെന്ന് പറയുന്നത്. അപ്പോൾ നോക്കി നോക്കാം ബസ് കിട്ടുമെന്ന്. ഇല്ലെങ്കിൽ നമുക്ക് ഓട്ടോയ്ക്ക് പോകാൻ നോക്കാം. നമുക്ക് പോകാനുള്ള ബസ് വന്ന് നമുക്ക് ഈ ബസ്സിൽ കയറിയിട്ട് വേണം പോകാനായിട്ട്. നമുക്ക് ഉള്ളോട്ട് കയറാം. നമ്മളങ്ങനെ ബസ്സിനകത്ത് കയറി വേണം. ടിക്കറ്റൊക്കെ എടുത്ത് 24 രൂപയും ടിക്കറ്റ്. നമുക്കിനി നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത് വേണം ഇറങ്ങാനായിട്ട്. അപ്പോൾ ഇത് 36 നമ്പർ ബസ്സാണ്. അപ്പോൾ ഇതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത് ഇറങ്ങാം. അവിടെ അതിന് തൊട്ടടുത്തായിട്ടാണ് നല്ല റൂം കേട്ടോ. മൊത്തം മഴയൊക്കെ പെയ്ത് ഒന്നാതെ വൃത്തി എന്ന് പറഞ്ഞ സംഭവങ്ങളൊന്നും ഇല്ല ഇവിടെ. ഒട്ടും വൃത്തിയൊന്നുമില്ല. അതിൻ്റെ കൂടെ മഴയൊക്കെ പെയ്തിട്ട് മൊത്തം ചെളിയും അങ്ങനെയൊക്കെ ആയിട്ട് മൊത്തം വൃത്തിയായിട്ട് കിടക്കുക ഫുൾ. അങ്ങനെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത് നിന്ന് ബസ് ഇറങ്ങി. അതുകൊണ്ട് ആ കാണുന്നതിന് നമ്മളെ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ അതിൻ്റെ ഈ ഒരു ഭാഗത്തോട്ടാണ് നമ്മൾ റൂം എടുത്തേക്കുന്നത്. വേണ്ട നമ്മൾ ഇവിടെ വന്ന് ബസ് ഇറങ്ങി. ഫുള്ള് തിരക്കുണ്ടോ? ഫുള്ള് നല്ല ട്രാഫിക്കാണ്. മൊത്തം ബ്ലോക്കായിട്ട് കിടക്കുക. മഴയൊക്കെ പെയ്ത് ആകെ അലങ്കോലപ്പെട്ട് കിടക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ട് നമുക്കിനി നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കട വല്ലതും ഉണ്ടോ നോക്കാം. ഇനി കൃത്യം അറിയത്തില്ല. ഇവിടെ എല്ലാം അത്ര നല്ല പോരാ, കടകളൊന്നും പോരാ. എല്ലാം മറ്റേ ഇതൊക്കെ ഉള്ളൂ, മറ്റേ ചെറിയ ഉന്തുവണ്ടി സെറ്റപ്പ് മാത്രമേ ഇവിടെ ഞാൻ കണ്ടുള്ളൂ. അപ്പോൾ ഈ ഇവിടെ തപ്പി നോക്കാം നമുക്ക് കട വല്ലതും കിട്ടുമെന്നുള്ളത്. അപ്പോൾ നല്ല മഴയും ഇപ്പോൾ ചാറി തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നോക്കാം നമുക്ക് നല്ല കട വല്ലതും കിട്ടുമോ നോക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് റൂമിൽ പോയിട്ട് സ്വിഗ്ഗിയോ സൊമാറ്റോ അങ്ങനെ എന്തെങ്കിലും ഓർഡർ ചെയ്യാം. ഇവിടെ കണ്ടില്ലേ തിരക്ക് കണ്ടില്ലേ, ഫുള്ള് തിരക്ക്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ
ഈ ട്രാൻസ്പോർട്ട് ബസ്സില്ലേ, ഈ സിറ്റി ഓടുന്ന ബസ്സുകളുണ്ട്, അവിടുത്തെ ആ ബസ്സിലെല്ലാം ഈ കണ്ടക്ടർമാരുടെ യൂണിഫോം കണ്ടു കഴിഞ്ഞാൽ പോലീസുകാരുടെ കണക്കത്തെ സെയിം യൂണിഫോമാണ് ഇവരുടെ. അതുപോലത്തെ യൂണിഫോം ഇവിടെ ഉള്ളവർ, ഇവിടെ മറ്റേ ആ ബസ്സിലെ കണ്ടക്ടർമാർക്കും ഡ്രൈവറിനൊക്കെ അങ്ങനത്തെ ഒരു യൂണിഫോമാണ്. അതെന്തായാലും അതൊരു വെറൈറ്റിയാണ്. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു സംഭവം കാണുന്നത്. അപ്പോൾ നമ്മൾ ഇതാണ് വന്നിറങ്ങിയ ഔറംഗാബാദ് റെയിൽവേ സ്റ്റേഷൻ ഇതാണ്. അപ്പോൾ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കും അകത്തേക്ക്. അപ്പോൾ നമുക്ക് റൂമിൻ്റെ ഇങ്ങോട്ട് നടക്കാം. ഇവിടെ നല്ല ഹോട്ടലുകൾ ഉണ്ടെന്ന് തോന്നുന്നു. ഈ ഒരു ഭാഗത്തൊക്കെ നല്ല ഹോട്ടലുകളൊക്കെ ഉണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറി നമുക്ക് ഫുഡ് കഴിക്കും. കണ്ടില്ലേ റോഡൊക്കെ കിടക്കുന്നുണ്ടല്ലോ, ഫുള്ള് വേസ്റ്റൊക്കെ ആയിട്ട്. ഇതുണ്ടോ റോഡൊക്കെ കണ്ടില്ലേ, വണ്ടികളൊക്കെ കാണാം മൊത്തവും ചെളിയൊക്കെ പിടിച്ച് ഒരു പരുവായി. അപ്പോൾ ഇവിടെ എല്ലാം കടകളുണ്ട്, കൂടുതലും എല്ലാം വെജ് ഹോട്ടലുകളാണ്. നമ്മൾ ഈ ഭാഗത്തെല്ലാം നോക്കി ആ സൈഡെല്ലാം കാണുന്നുണ്ട്, അതെല്ലാം പ്യുവർ വെജ് എല്ലാ ഹോട്ടലുകളും പ്യുവർ വെജാണ്. അത് എന്ത് സെറ്റപ്പെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഇവിടെ ഒരു വെജ് ഹോട്ടൽ കണ്ട് നമുക്ക് എന്തായാലും ഇത് കണ്ടിട്ട് അത്യാവശ്യം വൃത്തിയുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും അങ്ങോട്ട് കയറി നോക്കാം. ഈ ഒരു ഹോട്ടലൊന്ന് കയറി നോക്കാം. അത്യാവശ്യം കുഴപ്പമില്ലെന്ന് തോന്നുന്നു, ഫുഡ് കണ്ടിട്ട് കൊള്ളാമെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ഇവിടെ കയറി നോക്കാം. മെനു ഉണ്ടോ, ഫുള്ള് പനീർ, പിന്നെ അതുപോലെ തന്നെ ദാല്, പിന്നെ മഷ്റൂം, അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ്. ഏതൊക്കെയാണ് കുറേ ഒന്നും പേരെന്തോന്ന് സംഭവം അറിയാൻ വയ്യുണ്ട്. ഇവിടെയൊക്കെ ഏതൊക്കെയാണെന്ന് അറിയാൻ വയ്യ. നമ്മളെന്തായാലും ഒരു വെജ് ബിരിയാണി ഓർഡർ ചെയ്തു. ഇതിനകത്ത് ആകെ ഇച്ചിരി നമ്മൾ നോക്കിയിട്ട് കൊള്ളാമെന്ന് അതേ കണ്ടുള്ളൂ. ബാക്കിയുള്ളതിന് എങ്ങനത്തെ ടേസ്റ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ടേസ്റ്റ് അഥവാ പിടിച്ചില്ലെങ്കിലും ഇവിടുത്തെ ഏത് ടൈപ്പാണെന്ന് അറിയാത്തതുകൊണ്ട് നമ്മളെന്തായാലും ഒരു വെജ് ബിരിയാണി പറഞ്ഞു. അപ്പോൾ അവരവിടെ ലൈവായിട്ട് ഉണ്ടാക്കുന്നതാണ്, അവിടെ വെജ് ബിരിയാണി ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പം വെജ് ബിരിയാണി വന്നു. വെജ് ബിരിയാണിയും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ സലാഡ് ഉണ്ടോ. സലാഡിൽ എനിക്കൊന്ന് മുളകൊക്കെ ഇട്ടിട്ടുണ്ടോ തോന്നുന്നു, മുളക് കൂടി ഇട്ടിട്ടുണ്ടോ തോന്നുന്നു, എന്തോ ഒരു സംഭവം. നമുക്കെന്തായാലും ഈ ഒരു ബിരിയാണി നമുക്ക് എടുത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. വെജ് ബിരിയാണി കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ കറക്റ്റ് മസാല ഏതാണെന്ന് അറിയാമോ, നമ്മുടെ ഈ മാഗിയുടെയൊക്കെ മസാല ഇല്ലേ, അതുപോലത്തെ ഒരു ചെറിയൊരു അതുമായിട്ട് ചെറിയൊരു സിമിലർ ആയിട്ടുള്ള ഒരു ടേസ്റ്റ്. ഒരു മഞ്ഞപ്പൊടി കുറച്ച് കൂടുതൽ പോലത്തെ ഒരു ടേസ്റ്റ്, കറക്റ്റ് ഒരു മാഗിയുടെയൊക്കെ മസാല പോലത്തെ ഒരു ടേസ്റ്റ്. എന്തായാലും സംഭവം കൊള്ളാൻ കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. നമ്മളങ്ങനെ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. ഈ ഒരു ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ കൊള്ളായിരുന്നു, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബിരിയാണിയൊക്കെ ആയിരുന്നു. അപ്പോൾ വീണ്ടും ഇതുവരെ മഴ ആ ചാറ്റിൽ നിന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്കിനി തിരിച്ച് റൂമിൽ പോയിട്ട് റെസ്റ്റ് എടുക്കാം. കാരണം ഇന്ന് തന്നെ വന്നല്ലേ ഉള്ളൂ, ഉച്ചയ്ക്ക് വന്ന് ഇറങ്ങിയുള്ളൂ. നമ്മൾ ഡയറക്റ്റ് ഇവിടെ സ്ഥലം കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പം ഇവിടെ ഇത്രയും മൊത്തം ചെളിയും തൊളിയായിട്ട് കിടക്കുക. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ നാളെ കാണാൻ പോകുന്നതെന്ന് പറയുമ്പം എല്ലോറ കേവ്സാണ് നാളെ കാണാൻ പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ എല്ലോറ കേവ്സ് കാണാനായിട്ട് ഇറങ്ങും. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ളവരെല്ലാം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ബാക്കി ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും അതെല്ലാം കൂടെയൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇനി അപ്പോൾ ഔറംഗാബാദിലെ കുറച്ച് കാഴ്ചകളും കൂടെ എനിക്ക് നാളെയൊക്കെ ആയിട്ട് കാണാനുണ്ട്. ഈ ഒരു സ്ട്രീറ്റിനകത്താണ് നമ്മൾ താമസിക്കുന്നത്. അപ്പം ആ ഒരു ഭാഗത്താണ് നമ്മുടെ റൂമെന്ന് പറയുന്നത്. അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതിലേക്കും ബൈ.